അവരല്ല ആദ്യത്തെ ഒരു വിധവ. പലവരും അവരെ കോട്ട് ചെയ്യുന്ന ഒരു വിധവയായതുകൊണ്ട് അല്ലേ, അങ്ങനെ ഒരു കൺസൾട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ ടാഗ് ലൈനും കൊടുക്കേണ്ട ആവശ്യമല്ല. ഇല്ല, കൊടുക്കൂല. പറയണത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അത് പറയാൻ പാടില്ലെന്നേ. ഇവിടെ ഓരോ വ്യക്തികൾ കഷ്ടപ്പെട്ട് ജീവിക്കുക. കൊല്ലം സ്വതിയുമായിട്ട് വർഷങ്ങളോളം സൗഹൃദം പുലർത്തിയിരുന്ന 2 പേരാണ് മിമിക്രി കലാകാരനും നടനുമായിട്ടുള്ള ബിനു അടിമാലിയും അതുപോലെ ആർട്ടിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായിട്ടുള്ള സൂര്യ ഇഷാനും. മരണത്തിലേക്ക് സുധി പോയ അവസാന കാർ യാത്രയിലെ ബിനുവും ഒപ്പമുണ്ടായിരുന്നു. അന്ന് ചില പരിക്കുകൾ ബിനുവിന് സംഭവിച്ചിരുന്നു. മിമിക്രി റിയാലിറ്റി ഷോകളിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്ന കാലത്താണ് സുധിയുമായിട്ട് സൂര്യയ്ക്ക് സൗഹൃദം ഉടലെടുത്തത്. സൂര്യ പിന്നീട് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാറുകയും ചെയ്തു. സുധിയുടെ മരണശേഷം കുടുംബത്തിന്റെ ചുമതല രേണുവിനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അഭിനയത്തിലൂടെയാണ് രേണു വരുമാനവും കണ്ടെത്തുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും പുറത്തു വന്നതിന് ശേഷം കേരളത്തിന് അകത്തും വിദേശത്തും എല്ലാമായിട്ട് പ്രമോഷനും ഉദ്ഘാടനവും ഒക്കെ ഉള്ള ഒരു തിരക്കിലാണ് രേണു ഇപ്പോൾ. ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ എതിർക്കുകയാണ് ചെയ്തത്. ഭർത്താവ് മരിച്ച സ്ത്രീ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നു എന്നതാണ് ഈ വിമർശിക്കാനുള്ള മെയിൻ കാരണം. മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നുള്ളതും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പലരും. അതായത് രേണുവിനെ വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും എല്ലാം ഇത്തരം ആളുകളാണ്. ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോയപ്പോൾ രേണുവിനെതിരെയുള്ള സൈബർ ആക്രമണം കുറഞ്ഞിരുന്നു. പുറത്തു വന്ന് വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ ഹെയ്റ്റും അതേപോലെ തിരിച്ചു വന്നു. എന്നാൽ ഇപ്പോഴത്തെ രേണുവിന് കിട്ടുന്ന ഫെയിമിനും അവർക്കുണ്ടായ വളർച്ചയിലും സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയായിരുന്നു ബിനു അടിമാലിയും സൂര്യയും. രേണു ജീവിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് എന്നത് എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് ഇരുവരും പറയുന്നത്. ജീവിക്കട്ടെ, ഒരു ഭർത്താവില്ലാതെ ജീവിക്കണ ഒരു സ്ത്രീയല്ലേ, അവർക്ക് ജീവിക്കണ്ടേ. നമ്മളാരെങ്കിലും കൊണ്ടുപോയി 10 രൂപ കൊടുക്കുവോ? ഇല്ല, കൊടുക്കൂല. പറയണത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അത് പറയാൻ പാടില്ലെന്നേ. ഇവിടെ ഓരോ വ്യക്തികൾ കഷ്ടപ്പെട്ട് ജീവിക്കുക. ജീവിക്കാൻ വേണ്ടി ഒരു മാസം കടന്നു പോകണമെങ്കിൽ അവർക്ക് എന്തെല്ലാം ചെലവുകൾ ഉണ്ടാവും. ഈ ചെലവുകളൊക്കെ ആര് കൊടുക്കും? ശരിക്കും ഒരു കാര്യം, ഞാൻ സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂ കൊടുക്കാറില്ല, കുറേ ആയി ഇന്റർവ്യൂവിന്. രേണു ചേച്ചിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാല് സുധിച്ചേട്ടനും ഞാനും ഒക്കെ എൻ്റെ ഒരു മിമിക്രി ജേണിയില്ല. ഞാൻ 20 വർഷമായി മിമിക്രിയിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പൊ എൻ്റെ 20ാമത്തെ വർഷം കഴിഞ്ഞ് ഞാൻ മിമിക്രി ഫീൽഡിൽ വന്നത് 26 വർഷമായി. അപ്പൊ എൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റാണ് സുധിച്ചേട്ടൻ. അപ്പൊ അങ്ങനെ ഒരു ബന്ധമാണ് സുധിച്ചേട്ടനും ഞങ്ങളുമായിട്ടുണ്ട്. അപ്പൊ സുധിച്ചേട്ടന്റെ ലൈഫിലെ ഓരോ ഏറ്റക്കുറച്ചിലുകളും കണ്ട ഒരാളാണ്. അപ്പൊ അതില് സുധിച്ചേട്ടന്റെ ഒരു വളർച്ചയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് രേണു ചേച്ചി. രേണു നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം എനിക്ക് കോണ്ടാക്ട് ഇല്ല, എൻ്റെ കയ്യിലും ഇല്ല, ആളുടെ കയ്യിലും ഇല്ല. പക്ഷെ ആള് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ആൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ലൈഫിലേക്ക് വരാൻ പണ്ട് മുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. അവരൊരു സ്ട്രഗിളിങ് ആയിരുന്നു ലൈഫിൽ. അപ്പൊ അവർക്കൊരു ബെറ്റർ പ്ലാറ്റ്ഫോമും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനും ഒരു സ്പേസ് കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും. പിന്നെ അവരല്ല ആദ്യത്തെ ഒരു വിധവ. പലവരും അവരെ കോട്ട് ചെയ്യുന്ന ഒരു വിധവയായതുകൊണ്ട് അല്ലേ, അങ്ങനെ ഒരു കൺസൾട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ ടാഗ് ലൈനും കൊടുക്കേണ്ട ആവശ്യമല്ല. അവർക്കും ജീവിക്കണം എന്ന് മാത്രം. അവര് ജീവിക്കാനാണ് സ്ട്രഗിൾ ചെയ്ത്, പിന്നെ അവർക്ക് എൻജോയ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ബിനു അടിമാലിക്കും സൂര്യക്കും പറയാനുണ്ടായിരുന്നത്. എന്തായാലും ബിഗ് ബോസിന് വന്നതിന് ശേഷം തന്റെ ജീവിതം മാത്രമല്ല പേയ്മെന്റിന്റെ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ് രേണു സുധി പറയുന്നത്. ബിഗ് ബോസിൽ പോയി ജീവിതം മാറി മറിഞ്ഞ ഒരുപാട് ആളുകളെ നമുക്കറിയാം. അതിൽ ഏറ്റവും ഒടുവിലായിട്ട് രേണു സുധിയുടെ ജീവിതമാണ് പാടെ മാറിയത്. അതായത് കരിയറിലും ജീവിതത്തിലും ഏറെ ഉയർച്ചയിലെത്തിയ രേണുവിനെ പരിഹസിച്ചവരിൽ പലരും അവരുടെ ആരാധകരായി മാറി എന്നതാണ് സത്യം. ഇന്ന് കേരളത്തിന് പുറമെ വിദേശ രാജ്യങ്ങളിലും രേണു താരമാണ്. ദുബായിലേക്ക് പോയ രേണു അധികം വൈകാതെ തന്നെ ബഹ്റിനിലേക്ക് പ്രൊമോഷൻ പരിപാടികൾക്ക് വേണ്ടി പോകും. ജീവിതവും ജീവിത രീതികളും മാറിയതോടെ തന്റെ സാലറിയുടെ കാര്യത്തിലും നിർണായകമായിട്ടുള്ള തീരുമാനം രേണു എടുത്തു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിന്റെ ഇടയിലാണ് പരിപാടികൾക്ക് വിളിച്ചോ, പക്ഷെ പേയ്മെന്റിൽ ഇപ്പോൾ മാറ്റമുണ്ടെന്നും താൻ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ലേ എന്നും രേണു ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ പോയ ശേഷം തന്റെ പേയ്മെന്റിൽ മാറ്റം വന്നു, അത് കൂടിയിട്ടുണ്ട് എന്നാണ് താരം പറഞ്ഞിരിക്കുന്നത്. മുൻപ് താൻ ദിവസക്കൂലി അടിസ്ഥാനത്തിലാണ് പണിയെടുത്തിരുന്നത്. എങ്കിൽ മുൻനിര താരങ്ങളെ പോലെ രേണുവും സാലറി വാങ്ങി തുടങ്ങിയെന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 5000 രൂപ വരെ ആയിരുന്നു മുൻപ് ശമ്പളമെങ്കിൽ ഇന്നത് നല്ലൊരു തുകയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബിഗ് ബോസിൽ നിന്ന് നല്ലൊരു തുക തന്നെ രേണുവിന് കിട്ടിയിട്ടുണ്ടാകും. വിദേശ രാജ്യങ്ങളിലെ പ്രമോഷനും മറ്റു ഷൂട്ടുകളും എല്ലാം കൂടി രേണുവിനെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഉയരാമെന്നുള്ള അതായത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വീട് വെക്കാം എന്നുള്ള കാര്യത്തിന് ഇനി സംശയം വേണ്ട.
അതേസമയം ദുബായിൽ നിന്ന് തിരികെ എത്തിയ രേണു ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം തന്നെ പുതിയ ഷോർട്ട് ഫിലിമിലും ജോയിൻ ചെയ്തു. ഇതിനോടൊപ്പം തന്നെ പ്രൊമോഷൻ പരിപാടികളിലും രേണു സജീവമാണ്. എന്തായാലും ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ രേണു സുധിക്ക് തിരക്ക് തന്നെയാണ്. ഉദ്ഘാടനങ്ങളും ആൽബം ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ട് നിന്ന് ചെയ്യാൻ ഇപ്പോൾ രേണുവിന് നേരമില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്ത ശേഷം തിരിച്ചെത്തിയ രേണു സുധിക്ക് രാജകീയ സ്വീകരണം തന്നെയാണ് ലഭിച്ചത്. കൊച്ചി എയർപോർട്ടിൽ നിന്ന് കിട്ടിയത്. കുടുംബാംഗങ്ങളെ കൂടാതെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളാണ് രേണു സുധി വരുന്നതും പകർത്താൻ വേണ്ടി കാത്തുനിന്നത്. രേണു സുധിയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾ. രേണു സുധിയുടെ വീഡിയോകൾക്ക് വലിയ റീച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത്. ഈ അവസരത്തിൽ രേണുവിന്റെ പഴയ കാലം ഓർത്തെടുക്കുന്നവരും കുറവല്ല. നെഗറ്റീവ് കമന്റുകൾ നിരന്തരം വേട്ടയാടിയിട്ടും അതിലൊന്നും തളരാതെ സ്വന്തം നിലയിൽ മാധ്യമ ശ്രദ്ധ നേടിയ രേണു സുധി പലർക്കും അത്ഭുതമാണ്. സെലിബ്രിറ്റികൾക്ക് പോലും സുപരിചിതമായിട്ടുള്ള മുഖമായി രേണു മാറിക്കഴിഞ്ഞു. അഴിഞ്ഞാടി നടക്കുന്നവളെന്നും കോപ്രായം കാണിക്കുന്നു എന്നും പല്ലിയുടെ മുഖത്തിൽ ലിപ്സ്റ്റിക് ഇട്ട പോലെ എന്നുമൊക്കെ പറഞ്ഞ് വലിയ അവഹേളനങ്ങളാണ് രേണുവിന് ഒരു കാലത്ത് കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ലുക്കിൽ പോലും അടിമുടി മാറ്റം വരുത്തി ഒരു മോഡലിനെ വെല്ലുന്ന രീതിയിലാണ് രേണു ദുബായിൽ നിന്നും എത്തിയത്. എയർപോർട്ടിലെ രേണുവിനോടൊപ്പം സെൽഫി എടുക്കാൻ കൂടിയവരും ഏറെയുണ്ടായിരുന്നു. രേണുവിന്റെ മകനായ ഋതപ്പനും സുധിയുടെ ആദ്യ ബന്ധത്തിലെ മകനായ കിച്ചുവും ചേർന്നാണ് രേണുവിനെ കൂട്ടാൻ എയർപോർട്ടിൽ എത്തിയത്. കിച്ചുവിനെ സ്വന്തം മോനെ പോലെയാണ് കരുതുന്നതെന്ന് രേണു പല ഇന്റർവ്യൂസിലും വ്യക്തമാക്കിയിട്ടുണ്ട്. രേണു സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമായപ്പോൾ കേട്ട ഏറ്റവും വലിയ ആരോപണമായിരുന്നു മക്കളെ ഉപേക്ഷിച്ച് പ്രശസ്തിക്ക് പിന്നാലെ പോകുന്നു എന്ന്. എന്നാൽ കിച്ചു പങ്കുവെക്കുന്ന പല വീഡിയോകളിലൂടെയും രേണു കിച്ചുവുമായിട്ടുള്ള അടുപ്പം വ്യക്തമാക്കുന്നതാണ്. പലപ്പോഴും രേണുവിനെ കുറിച്ച് കിച്ചുവിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ ഓൺലൈൻ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കാറുണ്ട്. പക്ഷേ ആ പരിശ്രമങ്ങളിലൊന്നും കിച്ചു അതിലൊന്നും വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ കിച്ചുവിനും സമൂഹ മാധ്യമങ്ങളിലെ ആരാധകരും ഏറെയാണ്. കിച്ചുവിനെയും രേണുവിനെയും തെറ്റിക്കാനുള്ള പല ശ്രമങ്ങളും ഫലം കണ്ടില്ല. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ള കിച്ചു ഇപ്പോൾ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളും എല്ലാം ഫോളോവേഴ്സുമായിട്ട് പങ്കുവെക്കാറുണ്ട്. കിച്ചുവിന്റെ ഏറ്റവും പുതിയ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടത്. അതായത് ദുബായിൽ നിന്ന് വന്ന അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ ഋതപ്പനുമായി പോയ വീഡിയോ കിച്ചു പങ്കുവെച്ചത് ഏറെ വൈറലായിരുന്നു. ദുബായിൽ നിന്ന് എത്തിയതിന് പിന്നാലെ കിച്ചുവും രേണുവിന്റെ മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് പരുന്തുംപാറയിലേക്ക് വിനോദയാത്ര പോകുന്നതും വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. കിച്ചുവും രേണുവിന്റെ കുടുംബാംഗങ്ങളും തമ്മിലുള്ള ഇഴയടപ്പം കാണിക്കുന്നതാണ് ഈ ഒരു വീഡിയോ. ഒരു ദിവസത്തെ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് കിച്ചു ഈ ഒരു വീഡിയോയിലൂടെയും പങ്കുവച്ചത്. നിരവധി പേരാണ് രേണുവിനെ അഭിനന്ദിച്ച് ഈ ഒരു വീഡിയോയിൽ കമന്റുകൾ കുറിക്കുന്നത്. ഏത് പ്രതിസന്ധികളിലും കിച്ചുവും രേണുവും ഒരുമിച്ച് നിൽക്കണം എന്നാണ് പലരും പറയുന്നത്. രേണു മക്കളെ ഉപേക്ഷിച്ച് പോകുമെന്ന് പറഞ്ഞവർക്കുള്ള ശക്തമായിട്ടുള്ള മറുപടി കൂടിയാണ് കിച്ചുവിന്റെ ഈ ഒരു വീഡിയോ. ഈ ഒരു അവസരത്തിലാണ് ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു കുറിപ്പും വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്നത്. രേണുവിനെ മക്കളെയും കുറിച്ച് വന്ന ഒരു കുറിപ്പാണിത്. ഭർത്താവ് മരിച്ച് 4ന്റെ അന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കോപ്രായം കാണിക്കാൻ ഇറങ്ങി. സുധിയുടെ പേരിൽ സഹതാപം പറഞ്ഞ് വൈറലാകാൻ നടക്കുന്നു. ആ പാവം കുട്ടികൾ അനാഥരാകും. രേണുവിനെ പറ്റി ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ട് നടക്കുന്നവർ ഇപ്പോൾ മനസ്സിലായി കാണും. ഭർത്താവ് മരിച്ചാൽ വീട്ടിൽ അടച്ചുകൂടി ഇരുന്ന് അയാളുടെ ഓർമ്മയിൽ കഴിയേണ്ടവരല്ല ഭാര്യമാരെന്ന്. ഈ പല്ലിയുടെ മുഖവും വെച്ച് ഇവൾ എന്ത് ചെയ്യാനാ? മോന്ത കണ്ടാൽ പട്ടി വെള്ളം കുടിക്കില്ല. അന്ന് തെറി വിളിച്ചവരും ബോഡി ഷേമിംഗ് ചെയ്തവരോടുമൊക്കെ രേണുവിന്റെ മറുപടി. മലയാളത്തിൽ ഏറ്റവും വലിയ ഷോയിൽ പങ്കെടുത്തു. ലക്ഷങ്ങൾ വാങ്ങി ദുബായിൽ വരെ അതിഥിയായി ക്ഷണിക്കുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് കുടുംബം നോക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ നേരിട്ട ആക്ഷേപങ്ങളൊന്നും വകവെക്കാതെ പൊരുതി നേടിയ രേണുവിന്റെ ഈ ചിരി. അവർ സമ്പാദിക്കുന്നത് അവരുടെ 2 മക്കൾക്ക് കൂടിയാണ്. സ്നേഹത്തോടെ രേണു 2 പേരും ചേർത്ത് നിർത്തുന്നു. ഏതൊരു മനുഷ്യനെ പോലെ നല്ല ആഹാരവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും സന്തോഷവും ഒക്കെ രേണു സുധിയെ ഓരോ ദിവസവും കൂടുതൽ സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഇതുപോലെ മനസ്സ് തുറന്ന് ചിരിച്ച് സമൂഹത്തിൽ തലയുയർത്തി ജീവിക്കാൻ കഴിയട്ടെ. എന്തായാലും നെഗറ്റീവിനെ പോലും പ്രശസ്തിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ രേണുവിന് ഇത് രാജയോഗമാണ് എന്ന് തന്നെ നമുക്ക് പറയാമല്ലേ. മോഡേൺ ലുക്കിൽ കൂടുതൽ ചെറുപ്പമായി കാണപ്പെടുന്ന രേണുവിന്റെ മേക്ക് ഓവർ ലുക്കും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു.